62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊല്ലത്ത് തിരിതെളിയും. അതിന് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. കൊല്ലത്ത് ഇത് 4ാമത്തെ തവണയാണ് കലോത്സവം നടക്കുന്നത്. ആകെ 239 മത്സര ഇനങ്ങളിലാണ്. ആ 239 മത്സര ഇനങ്ങളിൽ മാറ്റുരയ്ക്കാൻ വേണ്ടി 14,000-ഓളം വിദ്യാർത്ഥികൾ അവിടേക്ക് എത്തിച്ചേരും. പ്രധാന വേദിയായ ആശ്രമം മൈതാനത്ത് ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണ്. ആകെ 24 വേദികളിലായിട്ടാണ് മത്സരങ്ങൾ. ജനുവരി 8-നാണ് സമാപന പരിപാടി. നടൻ മമ്മൂട്ടി അതിൽ മുഖ്യാതിഥിയാകും. എന്തായാലും കലോത്സവത്തിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇനി കലാപ്രകടനം തുടങ്ങേണ്ട സമയം മാത്രമേ ബാക്കിയുള്ളൂ. അതുമാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് കലാപ്രേമികൾ കൊല്ലത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കലോത്സവത്തിന്റെ എല്ലാ സ്പന്ദനവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മാതൃഭൂമി ന്യൂസ് സംഘം അവിടെ സജ്ജമാണ്. കഴിഞ്ഞ ദിവസം തന്നെ അവിടേക്ക് പോയിട്ട് ഒരുപാട് റിപ്പോർട്ടുകൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. എന്തായാലും എന്താണ് കലോത്സവത്തിന് തിരിതെളിയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ കൊല്ലത്തോളം കലോത്സവത്തിന്റെ ഓളം അത് കൊല്ലത്ത് എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. അഞ്ജന കലോത്സവ നഗരിയിൽ നിന്ന് ചേരുകയാണ്. അഞ്ജന, ഗുഡ് മോർണിംഗ്. അഞ്ജന, എന്തായി കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ? എത്രമാത്രം കലോത്സവത്തിന്റെ ആവേശം നിങ്ങളിലേക്കും ആ കൊല്ലത്തെ വിവിധ വേദികളിലേക്കും അവിടെ എത്തിയ കലാമാമാങ്കത്തിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികളിലേക്കുമൊക്കെ ആവാഹിച്ചു കഴിഞ്ഞു? ഇന്ന് 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഒപ്പം തന്നെ മന്ത്രിമാരും അതുപോലെ തന്നെ സിനിമാ താരം നിഖില വിമലും ഇതിൽ അതിഥികളായിട്ട് വരുന്നുണ്ട്. മന്ത്രിമാരായ വി ശിവൻകുട്ടി, അതോടൊപ്പം ജെ ചിഞ്ചുറാണി, മുഹമ്മദ് റിയാസ് തുടങ്ങിയ മന്ത്രിമാരൊക്കെ ആയിരിക്കും മുഖ്യാതിഥികളായിട്ടുണ്ടാവുക. ഇതിനോടകം തന്നെ വേദികളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. മുഖ്യവേദിയായ ആശ്രാമം മൈതാനമാണ് ഉദ്ഘാടന വേദിയായിട്ട് ഒരുങ്ങിയിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും, ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കും. വേദികളിലൊക്കെ തന്നെയും കുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഒക്കെ തന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടോടെ തന്നെ വിദ്യാർത്ഥികളൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സ്വർണ്ണക്കപ്പ് വിജയികളാവുന്ന ജില്ലകൾക്ക് നൽകാനുള്ള സ്വർണ്ണക്കപ്പ് ഇന്നലെ വൈകിട്ടോടെ തന്നെ ഇവിടേക്ക് എത്തിച്ചിരുന്നു. ഇതാദ്യമായിട്ടാണ് ഒരു കലോത്സവത്തിന് വിവിധ ജില്ലകളിലായിട്ട് പര്യടനം നടത്തിക്കൊണ്ട് സ്വർണ്ണക്കപ്പ് കലോത്സവ വേദിയിലേക്ക് എത്തിയത്. ഒപ്പം തന്നെ 14,000-ഓളം വിദ്യാർത്ഥികളാണ് ഇവിടെ കലാപ്രകടനങ്ങൾ മാറ്റുരയ്ക്കുന്നത്. 239 ഇനങ്ങളിലായിട്ട് 24 വേദികളിലാണ് കലാപ്രകടനങ്ങൾ നടക്കുന്നത്. ഇന്നിപ്പോൾ ഉദ്ഘാടന ദിവസം 59 ഇനങ്ങളിലായിട്ട് 29 വേദികളിലായിരിക്കും പ്രകടനങ്ങൾ ഉണ്ടാവുക. ഒപ്പം തന്നെ ആദ്യം മോഹിനിയാട്ടം ഉണ്ടാവും, അതുപോലെ തന്നെ കൂത്ത്, പിന്നെ പ്രസംഗം, മാർഗംകളി, പൂരക്കളി തുടങ്ങിയ കലാപരിപാടികളൊക്കെ ഇന്ന് ഉണ്ടായിരിക്കുന്നതായിരിക്കും. നിരവധി ആൾക്കാർ പിന്നീട് വരാം.